ഓക്കെ, സോ നമ്മുടെ വിൻസറിൻ്റെ ഒരു സിമ്പിൾ വീഡിയോ ആണ്. അതായത് നമുക്ക് എങ്ങനെയുള്ള കൺട്രോൾസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇതാണ് വിൻസറിൻ്റെ കീ. ഈ വിൻസറിൻ്റെ കീൻ്റെ അകത്ത് നമുക്ക് ഇതിപ്പോൾ ലോക്കാണ്. ഇപ്പോൾ ചില വെഹിക്കിൾസിൽ നമ്മളിവിടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് അൺലോക്ക് ആവും. സോ അൺലോക്ക് ആകുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഫീച്ചർ നമുക്ക് ഇതിൻ്റെ ഇൻഫോർട്ടൈൻമെൻറ്റിൻ്റെ അകത്ത് എനേബിൾ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഓട്ടോമാറ്റിക്കായിട്ട് അൺലോക്ക് ആവും. പക്ഷേ ഇതിലിപ്പോൾ ഫീച്ചർ എൻഗേജ്ഡ് അല്ലാത്തത് കൊണ്ട് നമ്മളിത് നോർമലി അൺലോക്ക് ചെയ്തതിന് വണ്ടി അൺലോക്ക് ആവും. ഓക്കെ, സോ വണ്ടിയുടെ അകത്ത് ഈ വണ്ടി നമ്മൾ ഡോറ് തുറന്നു കഴിഞ്ഞാൽ തന്നെ കീയുടെ 1 സെറ്റ്, സാധാ വണ്ടികളിൽ കീയുടെ 1 സെറ്റ് ആക്ടിവേറ്റ് ആകുന്നത് പോലെ തന്നെ വണ്ടിയുടെ കീ സെറ്റ് ആക്ടിവേറ്റ് ആകുന്ന പോലെ തന്നെ, അതായത് നമ്മൾ പണ്ടത്തെ വാഹനങ്ങളിൽ ഫസ്റ്റ് കീ ഇട്ട സ്റ്റീരിയോയിൽ ഓണാവും അല്ലേ, ആ സ്റ്റീരിയോ ഓണാകുന്ന പോലെ തന്നെ ഈ വണ്ടിയിൽ നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്ലോട്ട് ഓൾറെഡി ഇട്ട പോലെ ഉണ്ടാവും. നമ്മുടെ എയർ കണ്ടീഷനിങ് കാര്യങ്ങളൊക്കെ വർക്കാവും. ഇനിയിപ്പോൾ നമുക്കിവിടെ വേറെ ഒരു പുഷ് ബട്ടണോ സ്റ്റാർട്ടോ ഒന്നുമില്ല. നിങ്ങൾക്ക് കാണാം പുഷ് ബട്ടൺ സ്റ്റാർട്ടോ കാര്യങ്ങളൊന്നും ഈ വണ്ടിയിലില്ല. നമ്മളൊന്നും വേണ്ട. ഇപ്പോൾ ഓൾറെഡി വണ്ടിയുടെ 12 വോൾട്ട് ബാറ്ററിയിൽ നിന്നും കറണ്ട് എല്ലായിടത്തും സപ്ലൈ ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ കുറേ നേരം വെച്ചാൽ 12 വോൾട്ട് ബാറ്ററി ഡൗൺ ആവും. അപ്പോൾ നമ്മുടെ മെയിൻ ബാറ്ററിയിൽ നിന്ന് കറണ്ട് 12 വോൾട്ടിലേക്ക് വരാനായിട്ട് നമ്മൾ 2 തവണ നമ്മുടെ ബ്രേക്ക് ഒന്ന് പ്രസ് ചെയ്യണം. ബ്രേക്ക് പ്രസ് ചെയ്യുമ്പോൾ വണ്ടിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് റെഡി മോഡ് എന്നുള്ള ഓപ്ഷൻ വരും. അപ്പോൾ റെഡി മോഡിൽ വണ്ടിക്ക് ഓടേണ്ട രീതിയിലേക്ക് എല്ലാ കാര്യങ്ങളും സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇനി വണ്ടി എടുത്ത് പോകാനുള്ള എല്ലാ കോൺഫിഗറേഷനും കാര്യങ്ങളും ആയിട്ടുണ്ട്. അതായത് മെയിൻ ബാറ്ററിയിൽ നിന്ന് കറണ്ട് 12 വോൾട്ടിലേക്ക് സപ്ലൈ ആവും, എ സിയും കാര്യങ്ങളൊക്കെ വർക്കാവും ചെയ്യും. ഓക്കെ, സോ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഏറ്റവും ഈ ഒരു പോർഷനിൽ നമുക്ക് കൺട്രോൾസ് കാണാം. ഇതിനകത്ത് റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വണ്ടി പാർക്കിലാന്നുള്ളത്. ഓക്കെ, പാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടി നോർമൽ വെഹിക്കിൾസിൽ ഉള്ള പോലെ തന്നെ പാർക്ക് മോഡൽ നമുക്ക് ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പാർക്ക് മോഡാവും. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. വണ്ടി ഇപ്പോൾ ഞാൻ ഡ്രൈവിൽ നിങ്ങൾ വണ്ടി നിർത്തിയ ശേഷം ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി പാർക്ക് മോഡിൽ പോകും. സോ പാർക്ക് മോഡിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഈ പറയുന്ന നമ്മുടെ ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡ് ആവും. അതായത് ബാക്കിലത്തേക്കുള്ള ഡിസ്ക് ബ്രേക്കാണ് വണ്ടിയിൽ നിന്ന് ബാക്കിലെ ഹാൻഡ് ബ്രേക്ക് എൻഗേജ് ആവും. ഇനി നിങ്ങൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടാണ് വണ്ടി ഡ്രൈവിലേക്ക് ഇടുന്നതെങ്കിൽ, ഓക്കെ, വണ്ടി ഡ്രൈവിലേക്ക് ഇടുകയെന്ന് വെച്ചാൽ നേരെ താഴ്ത്തി കഴിഞ്ഞാൽ ഡ്രൈവിലേക്ക് വരും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടാണ് ഡ്രൈവിലിടുന്നതെങ്കിൽ നിങ്ങൾ ആക്സിലേറ്റർ കൊടുത്താൽ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് നീങ്ങും. പക്ഷേ നിങ്ങൾ സീറ്റ് ബെൽറ്റ് ഇടാതെയാണ് ഡ്രൈവ് കൊടുത്തതെങ്കിൽ, ഇപ്പം ഇടാതെയാണ് കൊടുത്തിട്ടുള്ളത്, ഓട്ടോമാറ്റിക് ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡ് ആയിരിക്കും. അപ്പോൾ ഹാൻഡ് ബ്രേക്ക് നമ്മൾ ഇതേപോലെ പ്രസ് ചെയ്ത് റിലീസ് ചെയ്യണം. ഹാൻഡ് ബ്രേക്ക് എൻഗേജ് ആവും, അതുപോലെ തന്നെ താഴോട്ടാക്കി റിലീസ് ആവും. അപ്പോൾ നോർമലി നമ്മളിപ്പം ഈ പി ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇത് എൻഗേജ്ഡ് ആണ് ഓൾറെഡി. അതായത് നമ്മുടെ ഇവിടെയുള്ള ഈ പി ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇത് എൻഗേജ്ഡ് ആണ്. ഓക്കെ, ഓട്ടോമാറ്റിക് എൻഗേജ് ആവും. അപ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിസെൻഗേജ് ആവും. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ ഇത് ഡിസെൻഗേജ് ആവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും താഴെ ഡ്രൈവ് മോഡാണ്. തൊട്ട് മുകളിലേക്ക് ന്യൂട്രൽ മോഡുണ്ട്. നിങ്ങൾക്ക് കാണാം തൊട്ട് മുകളിലേക്കൊക്കെ ഇപ്പോൾ ന്യൂട്രൽ മോഡായി. ഇനി ഒന്നും കൂടി ബാക്കൗട്ട് ആയി കഴിഞ്ഞാൽ റിവേഴ്സ് മോഡ് ആക്ടിവേറ്റ് ആവും. ഓക്കെ, റിവേഴ്സ് മോഡ് ആക്ടിവേറ്റ് ആവും. ഇനി നമുക്ക് ഏറ്റവും താഴേക്കാണ് ഇതിൻ്റെ ക്രൂയിസ് കൺട്രോൾ ഓപ്ഷൻ വരുന്നത്. നമ്മൾ 2 തവണ താഴോട്ടേക്ക് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്രൂയിസ് കൺട്രോൾ ആക്ടിവേറ്റഡ് എന്നൊരു സിമ്പിൾ ഇവിടെ വരും. അതായത് ക്രൂയിസ് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് വേറൊരു വീഡിയോയിൽ ക്രൂയിസിനെ കുറിച്ചൊക്കെ പിന്നീട് പഠിക്കാം. സോ ബേസിക്കലി വണ്ടി കയറിയ ശേഷം നമ്മൾ എങ്ങനെ ഡ്രൈവബിലിറ്റിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ്. ഏറ്റവും താഴേക്ക് ഡ്രൈവ്, ഏറ്റവും മുകളിലേക്ക് ആയിക്കഴിഞ്ഞാൽ റിവേഴ്സാണ്. നല്ലോണം വലിച്ച് തട്ടിയാൽ മാത്രം റിവേഴ്സ് പോകുള്ളൂ, അല്ലെങ്കിൽ അത് ന്യൂട്രലിലേക്കാണ് എനേബിൾ ആവുക. ഓക്കെ, വണ്ടി നിർത്തിക്കാനോ പാർക്ക് ചെയ്യാനായിട്ട് ഇത് പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് ബേസിക് തിങ് എന്ന് പറയുന്നത്. ഏറ്റവും ബേസിക്കായിട്ട് നമുക്ക് വിൻസറിൽ പറയാനുള്ള സാധനം.